അങ്ങനെ കുറേ നാൾക്ക് ശേഷമുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കാണാം. ആദ്യം തന്നെ സ്കിൻ കെയർ കാര്യങ്ങളാണ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു റോൾ ഓൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സമ്മറൊക്കെ ആയതുകൊണ്ട് വേർക്കാതിരിക്കാൻ. പിന്നെ ഈ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇട്ട് ലെയർ ചെയ്യുന്നില്ല. ജസ്റ്റ് സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, മോയ്സ്ചറൈസർ ഒന്നും ഇടുന്നില്ല. ബോഡിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വിഷ് കെയറിൻ്റെ ബോഡി ലോഷനാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്രൈറ്റനിങ് ആയിട്ട് വയ്ക്കും, സൺ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. ഇത്രേ ഉള്ളൂ സ്കിൻ കെയർ. പിന്നെ നേരെ ഞാൻ മേക്കപ്പിലോട്ട് പോവാം. മേക്കപ്പ് എന്ന് പറയാൻ വലുതായിട്ടൊന്നുമില്ല, ഓയിലി സ്കിൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നു. അത് ജസ്റ്റ് ഇത്തിപ്പോലെ ഇട്ട് കൊടുക്കുന്നു. ഇങ്ങനെ കുറച്ചിടുമ്പോൾ ഫുൾ കവറേജ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. പിന്നെ ബനാന പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴത്തേനും നമുക്ക് കുറേ താമസിച്ച ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ വരത്തുള്ളൂ. ഞാൻ ഐബ്രോസ് വരച്ച് കൊടുക്കാറില്ല, ഇതുപോലെ ഒരു സ്പൂളിൽ ഇട്ട് ഒന്ന് ഐബ്രോ ഷേപ്പ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ ഐലൈനർ പെന്നാണ് യൂസ് ചെയ്യുന്നത്, ഡാസ്ലറിൻ്റെ. പിന്നെ കൺഫ്യൂഷൻ ആയിപ്പോൾ ഏത് ലിപ്സ്റ്റിക് വേണം. അവസാനം ഞാൻ ഈ ബ്രൈറ്റ് ഷെയ്ഡ് തന്നെ എടുത്തു. മറ്റേതൊരു ന്യൂഡ് ഷെയ്ഡാണേ. ഇതാകുമ്പോൾ കുറച്ചും കൂടി എറിച്ചിരിക്കും. ഇപ്പം തന്നെ മുഖത്ത് വന്ന വ്യത്യാസം കണ്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയും മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ലിപ്സ്റ്റിക് മാത്രം ഇട്ടാൽ തന്നെ മുഖം നല്ല വ്യത്യാസം വരും. ഹെയർ സ്റ്റൈലൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ സ്ക്രഞ്ചീസ് മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ ചെയ്ത് സെറ്റ് ചെയ്യാനൊന്നും വയ്യ, മടിയാ. ആദ്യം വിചാരിച്ചു മാല ഇടണ്ടാന്ന്, പിന്നെ ഇറങ്ങാൻ നേരം ഞാൻ വെച്ചു ഈ ഒരു ഇൻവിസിബിൾ മാല ഇട്ട് കൊടുക്കാമെന്ന്. കുറേ നാളുകൊണ്ട് കയ്യിലുണ്ട്. എല്ലാം മീഷോ എന്നാണ്, ഈ ഡ്രസ്സും മാല എല്ലാം മീഷോ എന്നാണ്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോയിട്ട് വരാം.